സ്ഥാനാർത്ഥി എത്തുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആര്യാടൻ ഷൗക്കത്ത് നയിക്കുന്ന ഒരു വലിയ റാലി അതിങ്ങനെ കഴിഞ്ഞ കുറച്ച് സമയമായി നമ്മൾ ഈ ഗ്രാമാന്തരങ്ങളിലൂടെ നഗരവീതിയിലേക്ക് കടന്നു വരുന്ന കാഴ്ച കാണുന്നുണ്ട്. ആ വലിയ മനുഷ്യ സമുദ്രം അല്ലെങ്കിൽ ആ മനുഷ്യ സമുദ്രത്തിനിടയിലാണ് സുർജിത്ത് എവിടെയോ നിന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിൽ വ്യക്തതയില്ല. ആ ആരവത്തിനിടയിൽ നമ്മളുടെ ശബ്ദം കൂടി മുങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല. ഒരു ഭാഗത്ത് സ്ഥാനാർത്ഥി LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥി രണ്ടുപേരും ഈ റോഡ് ഷോയുടെ ഭാഗമായി അതിന് മുന്നിൽ നിന്ന് നയിക്കുകയാണ്. M സ്വരാജ്, ആര്യാടൻ ഷൗക്കത്ത്, രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഈ റോഡ് ഷോയുടെ നായകന്മാരായി ഈ ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നു. അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ ഈ M സ്വരാജ് നിൽക്കുന്ന ആ റോഡ് ഷോയോടൊപ്പം ദീപക് ധർമ്മടം ചേരുന്നുണ്ട്. ആ ദീപക് ധർമ്മടം അവിടെ ഉണ്ട്. ദീപക്, ചോദിക്കുന്നത് കേൾക്കാമെന്ന് കരുതുന്നു. ഒരു മനുഷ്യ മഹാസമുദ്രം നമ്മൾ കാണുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ. എന്താണ് ഇടത് ക്യാമ്പിൻ്റെ, CPMൻ്റെ, M സ്വരാജിൻ്റെ ഒക്കെ അവസാന മണിക്കൂറുകളിലെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഈ മണിക്കൂറിലെ അവരുടെ പ്രതീക്ഷകൾ, അവരുടെ അവരുടെ നീക്കങ്ങൾ, തന്ത്രങ്ങൾ, അതിൻ്റെയൊക്കെ സ്വഭാവം എന്താണ് ദീപക്? ഒന്നും കേൾക്കൂല, ആരുടെയും കുറ്റമല്ല. അത്രത്തോളം വലിയ ശബ്ദം അവിടെയുണ്ട്. മാത്രമല്ല റാഫിയൊക്കെ സംസാരിക്കുമ്പോൾ എന്തിനാണ് ശബ്ദം കൊടുക്കുന്നത് ഒരു പ്രേക്ഷകർ ചോദിച്ചത് കമന്റ് ബോക്സിൽ. എന്നാൽ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശബ്ദം ആ ശബ്ദത്തിന് മുകളിൽ നിൽക്കണമെങ്കിൽ അത്രത്തോളം എടുത്തേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് അത്രത്തോളം ശബ്ദം എടുക്കേണ്ടി വരുന്നത്. നേതാക്കൾക്കൊക്കെ അങ്ങനെ ശബ്ദം എടുക്കേണ്ടി വരും. UDFിൻ്റെ ക്യാമ്പിന് മുന്നിൽ ഷാഫി പറമ്പിൽ ഒരു സ്കൂട്ടറിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നേതാക്കളൊക്കെ ഗ്രൗണ്ടിലിറങ്ങിയുള്ള പ്രവർത്തനത്തിനൊടുവിൽ സ്കൂട്ടറൊക്കെ ഓടിച്ച് പരസ്യ പ്രചാരണ വേദിയിലേക്ക്, കൊട്ടിക്കലാശ വേദിയിലേക്ക് എത്തുകയാണ്. ചെറിയ ചാലുകൾ പോലെ ഒഴുകിയെത്തിയതാണ്. പല പഞ്ചായത്തുകളിൽ നിന്നും നഗരസഭയിൽ നിന്നും ചെറിയ ചാലുകൾ പോലെ ഒഴുകിയെത്തി. ആ ചാലുകൾ വലിയ പുഴയായി, ആ പുഴകൾ പലതായി ചേർന്ന് വലിയ മനുഷ്യ മഹാസമുദ്രമായി കൊട്ടിക്കലാശ വേദിയിലേക്ക് എത്തുന്നു. LDF, UDF, BJP ക്യാമ്പുകൾ, അവരുടെ പ്രവർത്തകർ. ഈ പോയ ദിവസങ്ങളിൽ ഈ സാധാരണ ഇപ്പോൾ നേതാക്കൾ അതിന് നേതൃത്വം നൽകുമ്പോഴും വീട് കയറേണ്ടവർ അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പണിയെടുക്കേണ്ടവർ സാധാരണ പ്രവർത്തകരാണ്. ആ സാധാരണ പ്രവർത്തകർ ഈ പോയ 25 ദിവസങ്ങളിൽ കമ്പോട് കമ്പ് പണിയെടുത്ത മണ്ഡലമാണ് നിലമ്പൂര്. ഓരോരോ വീടുകളിൽ പലയാവർത്തി കയറിയ പ്രവർത്തകരെ നമ്മൾ നിലമ്പൂരിൽ പോയപ്പോൾ അവിടെ കണ്ടു. അങ്ങനെ ആ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലം കൂടിയാണ് കേട്ടോ. ആര് ജയിച്ചാലും ആ ജയിക്കുന്നത് ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ മാത്രം മികവെന്നോ മുന്നണിയുടെ മാത്രം മികവെന്നോ എന്ന് പറയുക സാധ്യമല്ല. ഏകോപനത്തിന്റെ മാത്രം മികവല്ല. താഴെത്തട്ടിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത സാധാരണ പ്രവർത്തകന്റെ വിയർപ്പിന്റെ ഫലം കൂടിയാണ് ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ വിജയം എന്ന് ഉറപ്പായും പറയാം. അങ്ങനെ പണിയെടുത്ത 100 പ്രവർത്തകർ ഒരു ദിവസം ഒരു പോയിന്റിലേക്ക് എത്തുന്നു. ദീപക് ധർമ്മടം ചേരുകയാണ്. പറയുന്നത് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദീപക്, എല്ലാ കണ്ണുകളും ഓൾ ദ റോഡ്സ് ലീഡ്സ് റോം എന്ന് പറയുന്ന പോലെ എല്ലാ റോഡുകളും നിലമ്പൂരേക്കാണ്, എല്ലാ കണ്ണുകളും നിലമ്പൂരേക്കാണ്. രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ നിലമ്പൂരിലാണ്. നിലമ്പൂരിന്റെ കാഴ്ച, വൈബ് എന്താണ് ദീപക്? ഇല്ല, ഒന്നും കേൾക്കുന്നില്ല തോന്നുന്നേ. ചാലിയാർ പോലെ പരപ്പുള്ള നിലമ്പൂർ തേക്ക് പോലെ ഉൾക്കാതലുള്ള നിലമ്പൂർ, ആ നിലമ്പൂരിന്റെ രാഷ്ട്രീയ ഭൂമികയിലെ ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയുമേറിയ സമാപനം, കൊട്ടിക്കലാശ സമാപനം, പ്രചാരണത്തിന്റെ സമാപനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ഇതാ M സ്വരാജ് പ്രവർത്തകരോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പ്രചരണ വാഹനത്തിൽ, കൊട്ടിക്കലാശ വാഹനത്തിൽ ഇതാ കൈവീശിക്കൊണ്ട് M സ്വരാജ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. മുന്നണിയുടെ വിവിധ ഘടകകക്ഷികളുടെ പതാകകൾ പാറുന്നത് കാണാം. അപ്പുറത്ത് BJP, അതിനപ്പുറത്തേക്ക് UDF. അങ്ങനെയാണ് നിലമ്പൂരിലെ കൊട്ടിക്കലാശം. ആവേശം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാ ദൃശ്യങ്ങളിൽ കാണാം, സുസ്മേരവദനായി M സ്വരാജ് ഇതാ ഓരോരുത്തരെയും കൈവീശി ഓരോരുത്തരെയും ഓരോ പ്രവർത്തകനെയും അഭിവാദ്യം ചെയ്യുന്നതാണ്. പ്രചരണ വാഹനത്തിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൈവീശി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നത് നമുക്ക് കാണാം. നിലമ്പൂർ രാഷ്ട്രീയത്തിന് ഇക്കുറി വലിയ മാനങ്ങളുണ്ട്. അത് ഭരണതുടർച്ചയുടെ ഒരു ആധികാരികപ്പെടുത്തൽ, അതിന്റെ സൂചന എന്നാണ് ഇടതുമുന്നണി പറയുന്നത്. എന്നാൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ അടയാളപ്പെടുത്തൽ എന്ന് പ്രതിപക്ഷവും പറയുന്നു. ഇതിനിടയിലാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനും അതുപോലെ M സ്വരാജിനും ഇടയിൽ മറ്റൊരാളായി അൻവറിന്റെ മത്സരം. അൻവർ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ അത് ആരുടെ വോട്ട് കൊണ്ടുപോകും? ഏതായാലും വലിയ പ്രതീക്ഷയാണ് ഇടതുമുന്നണി ക്യാമ്പിന്. ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ 24 സംസാരിക്കുമ്പോൾ പറഞ്ഞതും ഞങ്ങളുടെ ഒരു വോട്ട് പോലും അൻവറിന് കൊണ്ടുപോകാനാകില്ല എന്നുള്ളതാണ്. വലിയ ആവേശം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. M സ്വരാജ് ഇതാ ഇപ്പോൾ അവിടെ മുകളിൽ ജയിൽ കാണാൻ. തൊട്ടുപുറത്ത് തന്നെ സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു മുൻ MP ഉണ്ട്. അതുപോലെ തന്നെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ
പ്രചരണ വാഹനത്തിൽ തന്നെ കാണാം. വലിയ ആവേശത്തിലാണ്. ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ പൊതുവെ കാണുന്നതിനേക്കാൾ അപ്പുറത്തെ ആവേശമാണ് നിലമ്പൂരിൽ കാണുന്നത്. കാശ്മീർ